ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്, എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്, മോഹങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾ പ്രവർത്തിക്കാത്തിടത്തോളം കാലം, നിങ്ങൾ അതിന്റെ ലക്ഷ്യമായി കാണാത്തിടത്തോളം കാലം ആ സ്വപ്നങ്ങളും മോഹങ്ങളും എന്നും സ്വപ്നങ്ങളായി മാത്രം അവശേഷിക്കും. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങളുടെ സമയം ഒട്ടും വേസ്റ്റ് ആക്കാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ വീഡിയോ തുടങ്ങുവാണ്. ഒരു മനുഷ്യനായി പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നം ഉണ്ടാവണം, ആഗ്രഹം ഉണ്ടാകണം. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ലൈഫ് അല്ലേ? എന്തെങ്കിലും ഒരു കാര്യം നേടണം, അല്ലെങ്കിൽ ഇന്നൊരു സ്ഥലത്ത് എത്തണം, ഇന്ന സാധനം പർച്ചേസ് ചെയ്യണം, നല്ലൊരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. പക്ഷേ വെറുതെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മനസ്സിലുണ്ടായാൽ എവിടെയെങ്കിലും എത്താൻ പറ്റുമോ? എന്തെങ്കിലും നേടാൻ പറ്റുമോ? ഇല്ല. ഈ സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും ലക്ഷ്യമായിട്ട് കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാണ് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ലക്ഷ്യമാകുന്നത്? ഈ ഇതേ സ്വപ്നവും ആഗ്രഹവും ഒരു കൃത്യമായ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ആ സ്വപ്നം ആഗ്രഹം എന്തായി മാറി? ഒരു ലക്ഷ്യമായി മാറി. ലക്ഷ്യം വെറുതെ മനസ്സിൽ ഇങ്ങനെ ആക്കി വെച്ചാൽ മതിയോ? പോരാ, ഇത് നിങ്ങൾ എഴുതി വെക്കണം. നിങ്ങളുടെ ലക്ഷ്യം നല്ല രീതിയിൽ ഫ്രണ്ട് പേജിൽ എഴുതുക. എന്നിട്ട് നിങ്ങൾ ആ ലക്ഷ്യം നേടാനായി ഉണ്ടാക്കുന്ന പ്ലാൻ നിങ്ങൾ തൊട്ടടുത്ത പേജ് മുതൽ വൃത്തിയിൽ എഴുതുക. ഈ ഉണ്ടാക്കുന്ന പ്ലാന്, ലക്ഷ്യം, ഇതെല്ലാം ദിവസവും ഒരു ഉച്ചയ്ക്ക് രാവിലെ അല്ലെങ്കിൽ ഒരു ഈവനിങ് വെച്ച് ഒരു ദിവസം ഒരു 3 നേരം വെച്ച് ദിവസവും വായിക്കുക. നിങ്ങൾ ഇതിന്റെ ടച്ച് വിട്ടു പോകരുത്. ഇത് നിങ്ങളുടെ ജീവിത ലക്ഷ്യമാണ് എന്ന രീതിയിൽ ഡെയിലി ഇത് വായിക്കുക. ഇനി ഇതിന്റെ ബാക്കി പോയിന്റ്സ് പറയുന്നതിന് മുമ്പേ നീറ്റ് വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ ഒറ്റ കാര്യം, ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ നീറ്റ് വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ അവസാന നിമിഷത്തിൽ അൺഅക്കാഡമിയുടെ 45 ഡേയ്സ് അൺഅക്കാഡമി പ്ലസ് ഓപ്ഷൻ വെറും 239 രൂപയ്ക്ക് കിട്ടാൻ ഒരു അവസരം വന്നിരിക്കുകയാണ്. അതായത് 27-28 വരെയാന്ന് തോന്നുന്നു ഈ ഒരു 239ന്റെ ഓഫർ. അതായത് വില കൂടിയ പ്ലസ് സബ്സ്ക്രിപ്ഷൻ ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വെറും തുച്ഛമായ തുകയ്ക്ക് തരികയാണ്. ഈ പ്ലസ് സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിന്റെ അടിപൊളി ക്ലാസ്സുകൾ, 24/7 ഡൗട്ട് സോൾവിങ്, അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട PDF-കളും, നിങ്ങൾക്ക് ലൈവ് ആയിട്ടുള്ള ഇന്ററാക്റ്റീവ് സെക്ഷൻസ്, കൂടാതെ ലൈവ് ആയിട്ട് തന്നെയുള്ള ടെസ്റ്റുകളും ക്വിസുകളും ഒക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. നിങ്ങൾ CBSE വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേക ഗൈഡൻസും ലഭിക്കും. കൂടാതെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ആയിട്ടുള്ള അക്കാഡമിക് ട്രെയിനിങ്ങും ലഭിക്കും. ഈ 45 ദിവസത്തെ പ്ലസ് സബ്സ്ക്രിപ്ഷന് ഈ ഒരു ഓഫർ പീരിയഡിൽ നിങ്ങൾക്ക് വെറും 239 രൂപയ്ക്ക്, അല്ലെങ്കിൽ 28-ാം തീയതി കഴിഞ്ഞാൽ ചിലപ്പോൾ 299 രൂപയ്ക്ക് ഈ ഒരു ഓഫർ അവൈലബിൾ ആകും. സോ നിങ്ങൾ നീറ്റ് എഴുതാൻ ഉറപ്പിച്ചിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ നീറ്റ് അത്യാവശ്യം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ഇത് തീർച്ചയായും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. നിങ്ങൾക്ക് എങ്ങനെ ചെയ്യുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ പോവുക, ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തുറന്നു വരുന്ന ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അൺഅക്കാഡമി പ്ലസ് സെലക്ട് ചെയ്യാം. കുമാരിയ കോഡ് ഓട്ടോമാറ്റിക്കലി അപ്ലൈ ചെയ്ത് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓഫർ അവൈലബിൾ ആകും. ഇനി നിങ്ങൾ കുമാരിയ കോഡ് അടിച്ച് നിങ്ങൾക്ക് ഓഫർ അവൈലബിൾ ആക്കാം. അതിനുശേഷം ഏറ്റവും അവസാനത്തെ ഈ പ്ലസ് സബ്സ്ക്രിപ്ഷന്റെ ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ 1 മന്ത് എന്ന് കാണാൻ പറ്റും. ഈ 1 മന്ത് എന്നത് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അഡീഷണൽ 15 ദിവസവും ഈ 239 രൂപയ്ക്ക് സംഭവം കയ്യിൽ കിടക്കും. ഇനി നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് തിരിച്ചു വരാം. നമ്മൾ നമ്മുടെ ലക്ഷ്യം എഴുതി വെച്ചു. സോ ഈ എഴുതി വെച്ച ലക്ഷ്യത്തിന്, പ്ലാനിന് ഈ പറയുന്ന 3 പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം. അതിൽ ഒന്നാമതാണ് സമയബന്ധിതമായിരിക്കണം എന്നുള്ളത്. അതായത് ഒരു ലക്ഷ്യം എന്നുള്ളത്, എനിക്കിപ്പം ഒരു 10 കിലോ തൂക്കം കുറയ്ക്കണം എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ് ഞാൻ എഴുതി വെച്ചു. ഇതിനൊരു പരിധിയില്ല, സമയ ലിമിറ്റ്, ഒരു ടൈം ലിമിറ്റ് കൊടുത്തിട്ടില്ല. സോ നമ്മൾ എന്ത് ചെയ്യും? ഒരു 5 വർഷം കഴിഞ്ഞാലും 10 കിലോ തൂക്കം കുറയ്ക്കണം, 1 കിലോ കുറച്ചല്ലോ 5 വർഷം കൊണ്ട്. അങ്ങനെ വെറുതെ അങ്ങനെ ഇരുന്ന് നമ്മൾ ലക്ഷ്യം നേടുക എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എത്ര സമയം കൊണ്ട് ഈ തൂക്കം കുറയ്ക്കണം? ഒരു 6 മാസം കൊണ്ട് എനിക്ക് ഒരു 10 കിലോ കുറയ്ക്കണം. അങ്ങനെയൊക്കെ നമ്മൾ എഴുതി വെക്കുമ്പോൾ അവിടെ സമയബന്ധിതമാണ്. സമയബന്ധിതമായിട്ടാണ് നമ്മൾ ലക്ഷ്യം എഴുതേണ്ടത്. എല്ലാ ലക്ഷ്യങ്ങളും അങ്ങനെയാണ്. എപ്പോൾ നേടണം, എത്ര തീയതിക്കുള്ളിൽ നേടണം, എത്ര സമയത്തിനുള്ളിൽ നേടണം എന്നുള്ളത് കൃത്യമായി ഡിഫൈൻ ചെയ്തതായിരിക്കണം ഒരു യഥാർത്ഥ പ്ലാൻ, യഥാർത്ഥ ലക്ഷ്യം. ഇനി രണ്ടാമത്തത്, ഈ ഒരു ലക്ഷ്യം എന്നുള്ളത് മെഷറബിൾ ആയിരിക്കണം, അളക്കാൻ പറ്റണം. എന്താണ് അളക്കാൻ പറ്റണം എന്ന് പറയുന്നത്? സോ എനിക്കിപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഒരു 4 മാസം കൊണ്ട് എനിക്ക് 1 ലക്ഷം ആക്കണം. ഓക്കെ, അതിൽ എത്ര എമൗണ്ട് ആണ് എനിക്ക് അളക്കാൻ പറ്റുന്നുണ്ട്? എനിക്ക് ഇത്ര കിലോ കുറയ്ക്കണം. ഇപ്പൊ എനിക്ക് വെറുതെ കുറച്ച് തൂക്കം കുറയ്ക്കണം, 1 മാസത്തിനുള്ളിൽ കുറച്ച് തൂക്കം കുറയ്ക്കണം എന്നതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആ ലക്ഷ്യത്തിന് ഒരു ക്ലാരിറ്റി ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യണം? 1 മാസം കൊണ്ട് എനിക്കൊരു 3 കിലോ തൂക്കം കുറയ്ക്കണം. സോ അവിടെ എത്രയാണ് അളവ്? അളക്കാൻ പറ്റുന്ന ലക്ഷ്യങ്ങൾ വേണം നിങ്ങൾ എഴുതാൻ. ഓക്കെ, ഇനി മൂന്നാമത്തെ പ്രത്യേകതയാണ്, അത് റിയലിസ്റ്റിക് ആയിരിക്കണം. ഇത് നിങ്ങൾക്ക് നേടാൻ പറ്റുന്നതായിരിക്കണം. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ തൂക്കത്തിന്റെ കാര്യം തന്നെ ഓർക്കാം. 1 മാസം കൊണ്ട് എനിക്കൊരു 50 കിലോ തൂക്കം കുറയ്ക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ ലക്ഷ്യം എഴുതുവാണ്. ഇത് നേടാൻ ഇമ്പോസിബിൾ ആണ് അല്ലെ? എത്ര നമ്മൾ ശ്രമിച്ചാലും 50 കിലോ ഒക്കെ 1 മാസം കൊണ്ട് കുറയ്ക്കുക എന്നുള്ളത് പറ്റില്ലായിരിക്കാം, നോർമലി പറ്റില്ല.
അങ്ങനെ റിയലിസ്റ്റിക് അല്ലാത്ത ഗോൾസ്, ലക്ഷ്യങ്ങൾ എഴുതി വെക്കുന്നതും വലിയൊരു മണ്ടത്തരമാണ്. സോ ലക്ഷ്യത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി ഇതുപോലെ തന്നെ ലക്ഷ്യം എഴുതി വെക്കുക. നമ്മൾ ലക്ഷ്യം എന്നുള്ള പാർട്ട്, ലക്ഷ്യനിർണ്ണയം എന്നുള്ള പാർട്ട് അവിടെ കഴിഞ്ഞു. ഇനി രണ്ടാമത്തത് ഈ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുക, നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുക എന്നുള്ള സ്റ്റേജ് ആണ്. അവിടെ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമത്തത് ടേക്ക് ആക്ഷൻ. അത് നിങ്ങളുടെ ബെസ്റ്റ് ആയിരിക്കണം. ഡു യുവർ ബെസ്റ്റ്. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബെസ്റ്റ് അതിൽ കൊടുക്കുക. മനസ്സോടെ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതിന് പകരം ഇപ്പം ലക്ഷ്യം ഉണ്ടല്ലോ, അത് നേടാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുവാണല്ലോ എന്ന് വിചാരിച്ച് ഒരു 100% കോൺസെൻട്രേഷൻ ഇല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ഇതൊക്കെ ചെയ്തു വെക്കരുത്. ഓക്കെ, അതായത് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കണം. ഞാൻ എൻ്റെ ബെസ്റ്റ് ആണ് അതിൽ കൊടുക്കുന്നത്, എൻ്റെ ഏറ്റവും വലിയ എൻ്റെ കഴിവിനെ മാക്സിമം ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്ന ഒരു സംതൃപ്തിയോടെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഓരോ പ്ലാനും നിങ്ങൾ പ്രാവർത്തികമാക്കാൻ. സോ അത് മനസ്സിൽ വെക്കുക. ഇനി രണ്ടാമത്തെന്ന് പറയുന്നത് ലേൺ ഹൗ അതേഴ്സ് ഡിഡ് ഇറ്റ്. നിങ്ങളുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ആദ്യമായിട്ട് നിങ്ങൾക്കുള്ളതായിരിക്കും. ഇപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് നല്ലൊരു ജോലി വാങ്ങണം എന്നായിരിക്കാം. ആ ജോലി ഇതിനു മുമ്പ് നേടിയ ആളുകൾ ഉണ്ടാവില്ലേ, അവരതെങ്ങനെ നേടി? സോ അതൊന്ന് ലേൺ ചെയ്യാൻ നോക്കുക. അവരെങ്ങനെയാണ് ലക്ഷ്യങ്ങൾ നേടിയത്, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഇതിനു മുമ്പ് നേടിയവർ എങ്ങനെ നേടി എന്നുള്ളത് കൃത്യമായി പഠിക്കുന്നതാണ് രണ്ടാമത്തെ ഈ പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ് കൺസിസ്റ്റൻസിയാണ്. അതായത് നമ്മൾ ഒരിക്കലും ഒരു ദിവസം 2 ദിവസം വർക്ക് ചെയ്ത് പിന്നെ കുറെ കാലം വർക്ക് ചെയ്യാതിരിക്കുന്ന അങ്ങനത്തെ ഒരു പാടില്ല. നമ്മൾ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അത് സ്ഥിരമായി ഒരു ദിവസം കുറച്ച് സമയം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുറച്ച് സമയം ഒരു സ്ഥിരമായി നിങ്ങൾ വർക്ക് ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പറ്റൂ. ഈ നാലാമത്തതാണ്, നിങ്ങൾ പ്ലാൻ ചെയ്തു, ലക്ഷ്യമൊക്കെ ചെയ്തു, നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു പ്രവർത്തന സ്റ്റേജിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ പ്ലാനിൽ എന്തൊക്കെ മിസ്റ്റേക്സ് ഉണ്ടോ എന്നുള്ളത്. സോ ആ മിസ്റ്റേക്സ് കൃത്യമായി കണ്ടെത്തുകയും അത് തിരുത്തുകയും ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അല്ലാണ്ട് പ്ലാൻ ഇപ്പം നമ്മൾ എഴുതി വെച്ചോ അതൊക്കെ കറക്റ്റ് ആവണമെന്നില്ല. എന്തെങ്കിലും മിസ്റ്റേക്സ്, എന്തെങ്കിലും നമുക്ക് നടത്താൻ പറ്റാത്തത് പല കാര്യങ്ങളും പ്ലാനിലുണ്ടാകും. സോ അത് പീരിയോഡിക്കലി നിങ്ങൾ അത് എഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി അഞ്ചാമത്തെ പോയിന്റ് ആണ് ഡോണ്ട് ഗിവ് അപ്പ്. നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇത് നിങ്ങൾ നിർത്തരുത്, ഉപേക്ഷിക്കരുത് ഒരിക്കലും. നിങ്ങൾക്ക് പറ്റും. ഓക്കെ, നിങ്ങൾക്ക് പറ്റാത്തതായിട്ടൊന്നുമില്ല. ഗോൾസ് നോക്കുക. നിങ്ങൾ 1ാമത്തെ ദിവസം പാളിയെങ്കിൽ 2ാമത്തെ ദിവസം വീണ്ടും തുടങ്ങുക. 2ാമത്തെ ദിവസം നിങ്ങൾക്കത് പറ്റിയില്ലെങ്കിൽ 3ാമത്തെ ദിവസം വീണ്ടും തുടങ്ങുക. ഒരിക്കലും ഇത് ഉപേക്ഷിക്കരുത്. നെവർ എവർ ഗിവ് അപ്പ്. എന്തുകൊണ്ട്? നിങ്ങൾ അവിടെ ഗിവ് അപ്പ് ചെയ്താൽ നിങ്ങൾ തിരിച്ചു വരാൻ പാടാണ്. ജീവിതത്തിൽ ഇപ്പോൾ ഉയർന്ന നിലയിൽ എത്തിയിട്ടുള്ള പല ആളുകളും തോറ്റുപോയവരാണ്, ഫെയിലിയേഴ്സ് നേരിട്ടവരാണ്. അവർ എന്തുകൊണ്ട് ഇങ്ങനെ ഉയരങ്ങളിൽ എത്തി? ആ തോൽവിയിൽ അവർ വീണുപോയതല്ല, അവർ വീണെടുത്ത് നിന്ന് വീണ്ടും എഴുന്നേറ്റു എന്നുള്ളതിലാണ് കാര്യം. അവർ ഗിവ് അപ്പ് ചെയ്യാൻ റെഡി ആയിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് കാര്യം. സോ ഈ പോയിന്റ് മനസ്സിൽ വെക്കുക. നല്ല ലക്ഷ്യം നിർണ്ണയിക്കുക, അത് നല്ല പോലെ പ്രാവർത്തികമാക്കുക. എങ്കിൽ മാത്രമേ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ മോഹങ്ങൾ നിങ്ങൾ അത് യാഥാർത്ഥ്യത്തിൽ കൊണ്ടുവരികയുള്ളൂ. നിങ്ങളുടെ ഏട്ടനായിട്ട് തന്നെ കൂടെയുണ്ട്. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി കാണുന്നത് വരെ ബൈ ബൈ.